നമസ്കാരം. നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ നേരിടുന്ന വലിയൊരു സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, മോസ്റ്റ് യങ് പീപ്പിൾ ആർ ഏണിംഗ് മണി ബട്ട് വെരി ഫ്യൂ ആർ ക്രിയേറ്റിംഗ് വെൽത്ത് എന്ന് പറയുന്നൊരു കാര്യമാണ്. ചെറുപ്പക്കാരെല്ലാവരും തന്നെ, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ പണം സമ്പാദിക്കുന്നുണ്ട്, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവർക്കായിരിക്കും ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇൻകം എലോൺ ഡസൻ ക്രിയേറ്റ് വെൽത്ത് എന്ന് പറയുന്നൊരു കാര്യമാണ്. പക്ഷേ അവിടെ ചെയ്യാൻ പറ്റുന്നത് ഡിസിപ്ലിൻ ക്യാൻ ക്രിയേറ്റ് വെൽത്ത് എന്നുള്ളതാണ്. നിങ്ങളൊരു ഫിനാൻഷ്യൽ ഡിസിപ്ലിനോട് കൂടിയിട്ട് മുന്നോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ അവിടെയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വെൽത്ത് ക്രിയേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം സാധ്യമാവുന്നത്. സ്റ്റാർട്ട് ബിഫോർ യു ഫീൽ റെഡി എന്ന് പറയുന്നൊരു ചൊല്ലുണ്ട്. അതായത് നിങ്ങൾ തയ്യാറാണ് എന്ന് തോന്നുന്നതിന് മുന്നേ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ഏറ്റവും വലിയൊരു കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നമ്മളിൽ പല ആൾക്കാരും ചിന്തിക്കുന്നൊരു കാര്യം, എനിക്കിപ്പോഴായിട്ടില്ല, ഇപ്പം ഞാൻ റെഡി ആയിട്ടില്ല, അല്ലെങ്കിൽ കുറച്ചുകൂടി കഴിയട്ടെ, എൻ്റെ സാലറി ഒന്ന് കൂടട്ടെ, അടുത്ത വർഷം എനിക്ക് ഇൻക്രിമെൻറ്റ് വരുമ്പോൾ ആ രീതിയിൽ ചെയ്യാം എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഇവിടെയാണ് നിങ്ങൾ വലിയൊരു തെറ്റ് ചെയ്യണത്. കാരണം നേരത്തെ തുടങ്ങിയാൽ ചെറിയൊരു എമൗണ്ട് അടച്ചാൽ പോലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ പറ്റും. ഒരു ഉദാഹരണം പറയാം. നമുക്ക് ആർക്കായാലും ഒരു റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്യുന്നവരായിരിക്കും. 60 വയസ്സാകുമ്പോൾ നമുക്കൊരു 10 കോടി രൂപ വരുമാനം വേണം എന്നാണ് നമ്മൾ ചിന്തിക്കണമെന്ന് കരുതുക. 60-ാമത്തെ വയസ്സാകുമ്പോൾ 10 കോടി കയ്യിലുണ്ടാവണം എന്ന രീതിയിൽ പ്ലാൻ ചെയ്തിട്ട് ഒരു 4-5 ഏജ് കാറ്റഗറിയിലുള്ളവർ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ അവരെത്ര രൂപയാണ് അവർ മാസം മാറ്റി വെക്കേണ്ടത് നമുക്കൊന്ന് നോക്കാം. ഒരു 15% കോമൺ ആയിട്ട് എല്ലാ ആൾക്കാർക്കും പറയണത്. 20 വയസ്സുള്ള ഒരു വ്യക്തിയാണ് ഈ രീതിയിൽ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ അയാളൊരു 3184 രൂപ മാസം മാറ്റിവെച്ചാൽ അയാൾക്ക് 10 കോടി 60 വയസ്സാകുമ്പോൾ എത്തിക്കാൻ പറ്റും. ഇനി അതേ കാര്യം 30 വയസ്സുള്ള ഒരു വ്യക്തി ഒരു 10 വർഷം കഴിഞ്ഞു പോകുമ്പോൾ ഈ പറയുന്ന 3184 രൂപയ്ക്ക് പകരം 14,260 രൂപയോളം ഈ വ്യക്തി മാറ്റിവെക്കേണ്ടി വരും. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇനി ഇതേ കാര്യം തന്നെ ഒരു 45 വയസ്സുള്ള ഒരു വ്യക്തിയാണ് നോക്കുന്നതെങ്കിൽ ഏകദേശം 1,47,000 രൂപയും, 50 വയസ്സുള്ള ഒരു വ്യക്തിയാണ് നോക്കുന്നതെങ്കിൽ 3.5 ലക്ഷം രൂപയുടെ മുകളിലും മാസം മാറ്റിവെക്കേണ്ടി വരും. ഒന്ന് ആലോചിച്ച് നോക്കുക. 3.5 ലക്ഷം രൂപയും 3184 രൂപയും തമ്മിൽ വലിയ മാറ്റമുണ്ട്. ആക്ച്വലി അവിടെ നിങ്ങൾ ഏറ്റവും നേരത്തെ ചെയ്തു എന്നൊരൊറ്റ കാര്യം കൊണ്ടാണ് ഈ 10 കോടിയിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധിക്കുന്നുണ്ടാവുക. ഇതാണ് നേരത്തെ തുടങ്ങുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, കോമ്പൗണ്ടിങ് എന്ന് പറയുന്ന ഒരു സാധനം, അല്ലെങ്കിൽ പവർ ഓഫ് കോമ്പൗണ്ടിങ് നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. അതിന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മുടെ കാര്യത്തിൽ ഇന്ന് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരിൽ പല ആൾക്കാർക്കും ഫിനാൻഷ്യൽ ലിറ്ററസി വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ കോമ്പൗണ്ടിങ് എന്താണെന്ന് മനസ്സിലാകാതെ പോകുന്ന ആൾക്കാരാണ് എപ്പോഴും ഉള്ളത്. ഇവിടെ ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളൊരു കോമ്പൗണ്ടിങ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ 3000 രൂപ നിങ്ങളൊരു 25 വർഷം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെന്ന് കൂട്ടുക. മാസം 3000 രൂപ വെച്ചിട്ട് 25 വർഷം നമ്മളൊരു 15% റിട്ടേൺസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ആ 3000 രൂപ കൊണ്ട് നമ്മൾ ആകെ 25 വർഷം കൊണ്ട് വെറും 9 ലക്ഷം രൂപ മാത്രമേ നമ്മൾ അടച്ചിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ഈ 9 ലക്ഷം രൂപ നമ്മൾ അടക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന റിട്ടേൺസ് ഏകദേശം 90 ലക്ഷം രൂപയായിരിക്കും. അതായത് 1 കോടി രൂപ ഈ പറയുന്ന വ്യക്തിക്ക് ഉണ്ടാക്കിയെടുക്കാൻ വെറും 3000 രൂപ മാറ്റിവെച്ചാൽ മതി. ഇന്ന് നമ്മുടെ നാട്ടിൽ 3000 രൂപ ഒരു മാസം മാറ്റിവെക്കാൻ പറ്റാത്ത ആൾക്കാർ വളരെ കുറവാണ്. പക്ഷേ പല ആൾക്കാരോടും നിന്നെ കൊണ്ട് ഇപ്പോൾ മാറ്റിവെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പല ആൾക്കാരും പറ്റില്ല എന്ന് പറയുക. കാരണം അവർ വേറെ പല കാര്യങ്ങളിലും കമ്മിറ്റഡാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. 25 വർഷം കൊണ്ട് 9 ലക്ഷം രൂപ അടക്കുന്ന സമയത്ത് 90 ലക്ഷം രൂപ റിട്ടേൺസ് കിട്ടുന്ന എന്ത് മീഡിയത്തിലാണ് നിങ്ങളിപ്പോൾ നിങ്ങളുടെ നിലവിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണേ? നമ്മൾ ചെയ്യണത് നാട്ടിലുള്ള ചിട്ടി, അല്ലെങ്കിൽ അതുപോലെയുള്ള പല പല ലാഭം കുറഞ്ഞു കിട്ടുന്ന ഇൻഫ്ലേഷനെ മാത്രം മീറ്റ് ചെയ്യുന്ന സംഭവങ്ങളാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റായി ചെയ്യാറുള്ളത്. അവിടെ നിങ്ങൾ വെൽത്ത് ക്രിയേഷന് വേണ്ടി മാറ്റി വെക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അടുത്തൊരു ചോദ്യം, എല്ലാ കാശും മ്യൂച്വൽ ഫണ്ടിലാണോ ചെയ്യേണ്ടത്? ഒരിക്കലുമല്ല. നമ്മുടെ നാട്ടിലുള്ള ഓരോ ഫിനാൻഷ്യൽ വെഹിക്കിൾസും നിങ്ങൾക്ക് പല തരത്തിലുള്ള നീഡിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഒരു വെൽത്ത് ക്രിയേഷനാണ്. താൽക്കാലികമായിട്ട് നമ്മളിപ്പോൾ ചില ആൾക്കാർ ചെയ്യുന്നൊരു കാര്യം, ഒരു ടൂർ പോകണം, അതിന് വേണ്ടിയിട്ടൊരു ചിട്ടി തുടങ്ങാം, മാസം 5000 രൂപ അതിലേക്ക് മാറ്റിവെക്കാൻ തയ്യാറാണ്. എനിക്കൊരു വണ്ടി മേടിക്കണം, അപ്പോൾ ഞാൻ ആദ്യം ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള കാശ് കൊടുത്ത് ഞാൻ മേടിക്കാം, ബാക്കി ഞാൻ ലോണാക്കാം. ആ വണ്ടിക്ക് വേണ്ടിയിട്ട് 6000, 7000, 10,000 രൂപ EMI അടക്കാൻ നമ്മൾ തയ്യാറാണ്. നമുക്കൊരാവതില്ലാത്ത കാലത്ത് ഒരു വലിയൊരു ലംസം ഉണ്ടാക്കണം. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് 1 കോടി രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാസം 80,000 രൂപ വെച്ച് ജീവിതകാലം മുഴുവൻ കിട്ടുന്ന SWP നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊരാവതില്ലാത്ത കാലം മാസം ഒരു 80,000 രൂപ വേണം, അതിനുവേണ്ടി 3000 രൂപ ഞാൻ മാറ്റിവെക്കാമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ ആൾക്കാരുടെ കയ്യിൽ കാശ് ഉണ്ടാവില്ല. സോ പ്ലാൻ ചെയ്യുന്നത് അക്കോർഡിംഗ്ലി ചെയ്യാം. നിങ്ങൾക്ക് ഏതിലാണോ കൂടുതൽ ആവശ്യം, പ്രയോറിറ്റി ഏതാണോ അതിന് വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ നോക്കുക.
ഇനി അടുത്തൊരു കാര്യമാണ്, ലൈഫ് സ്റ്റൈല് നമ്മുടെ വലിയ രീതിയിൽ നമ്മുടെ ചേഞ്ച് വരുത്താറുണ്ട്. കാരണം ചെറുപ്പക്കാരാണ്. ഈ ചെറുപ്പക്കാരായി നിൽക്കുന്ന നമ്മളിപ്പോൾ ഏറ്റവും ചെറിയ പ്രായത്തിലുള്ള ആൾക്കാരുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ആൾക്കാർക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈൽ വലിയ രീതിയിൽ നമ്മൾ ഭയങ്കര സംഭവമാണെന്നൊക്കെ കാണിക്കാൻ തോന്നുന്നൊരു പ്രായമാണ്. ചിലപ്പോൾ അത് എന്താ പറയുക, ചിലപ്പോൾ അത് ആവശ്യമായിരിക്കാം. അങ്ങനെയാണെങ്കിൽ പോലും ഇന്ന് നിങ്ങൾ ഷോ ഓഫ് കാണിക്കുന്നതല്ല നിങ്ങളുടെ ശരിയായ വെൽത്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഓരോ വർഷം കൂടുമ്പോഴും വരുമാനം കൂടുന്നുണ്ടെങ്കിൽ ആ വരുമാനം നിങ്ങൾ SIPയുടെ കൂട്ടത്തിൽ തന്നെ, അതായത് മ്യൂച്വൽ ഫണ്ടിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ അതിലൊരു 10% നിങ്ങൾ വർഷം അടവ് കൂട്ടി അടച്ചാൽ ചെറിയ കാലം കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ മുകളിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻകത്തിനെ എത്തിക്കാൻ, അല്ലെങ്കിൽ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ടിനെ എത്തിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ടാവും. ഇനി അടുത്തൊരു കാര്യമാണ് എമർജൻസി ഫണ്ട് ഉണ്ടാക്കാതെ പോവുക എന്ന് പറയുന്നത്. ഈ എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, അതൊരു മെഡിക്കൽ എമർജൻസി ആവാം, ഒരു ഫാമിലിയിൽ വരുന്ന ഒരു കാര്യമാവാം, അല്ലെങ്കിൽ നമുക്ക് തന്നെ വരുന്ന വേറെ ഒരു ജോബ് ലോസ് പോലെയുള്ള നമ്മുടെ നിലവിലുള്ള വരുമാനം മുടങ്ങുന്ന എന്തെങ്കിലും ഒരു കാര്യമാവാം. ഇങ്ങനെ കാര്യങ്ങളെല്ലാം തന്നെ എമർജൻസി ഫണ്ടാണ്. ഒരു 6 മാസത്തെ ചെലവിനുള്ള കാശ് നമ്മൾ ചെറിയ ഒരു ഗഡുക്കളായി നമ്മൾ സമ്പാദിക്കാൻ തുടങ്ങിയില്ലെങ്കിൽ സംഭവിക്കുന്ന പ്രശ്നം എന്താ വെച്ചാൽ, ഇമ്മീഡിയറ്റ്ലി ഈ പറഞ്ഞ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോയാൽ പിന്നെ നമ്മൾ കടക്കാരനായി മാറും. കാരണം നമുക്ക് ആ ചിലവ് എന്തായാലും ചെയ്തേ പറ്റൂ. ആ കടക്കാരനായി മാറുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെയുള്ള കുറേ കാലം നമ്മൾ EMI ആയിട്ടോ അല്ലെങ്കിൽ കടം റീപേയ്മെൻ്റ് ആയിട്ടോ നമ്മുടെ വലിയൊരു വരുമാനത്തിൻ്റെ വലിയൊരു സിംഹഭാഗം നമ്മൾ അങ്ങോട്ടേക്ക് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ നിർബന്ധിതനാവുകയാണ് ചെയ്യുക. സോ അവിടെയും നിങ്ങൾ ഈ പറഞ്ഞ വെൽത്ത് ക്രിയേഷൻ ഇല്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോകാം. സോ നിർബന്ധമായും ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ പറഞ്ഞ എമർജൻസി ഫണ്ട് ഉണ്ടാക്കിയാലും തെറ്റില്ല. അല്ലെങ്കിൽ അതിൻ്റെ പാരലായിട്ട് ഒരു നിശ്ചിത എമൗണ്ട് മ്യൂച്വൽ ഫണ്ടിലേക്കും ഒരു നിശ്ചിത എമൗണ്ട് ഈ പറഞ്ഞ എമർജൻസി ഫണ്ടിലേക്കും ക്രിയേറ്റ് ചെയ്യുക. രണ്ടും ഒരുപോലെ തന്നെ വളരട്ടെ എന്ന രീതിയിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുക. ഇനി അതുപോലെ തന്നെ പരമപ്രധാനമായ ഒരു കാര്യമാണ്, റിസ്ക് എടുക്കാൻ ആൾക്കാർക്ക് എപ്പോഴും പേടിയാണ്. പക്ഷേ ചെറിയ പ്രായത്തിലുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ റിസ്ക് എടുക്കുക തന്നെ ചെയ്യണം. കാരണം റിസ്ക് എടുക്കുന്നതിന് ഉറപ്പായിട്ടും നമുക്ക് റിട്ടേൺസ് കിട്ടാനുള്ള സാധ്യതയും അത്ര തന്നെ കൂടുതലാണ്. നമ്മളിൽ പല ആൾക്കാരും കിട്ടുന്ന എമൗണ്ട് ഗ്യാരണ്ടീഡ് ആണ് എന്ന് ചിന്തിക്കുന്ന ഒരു രീതിയിലാണ് ചിന്തിക്കുക. മ്യൂച്വൽ ഫണ്ട് തന്നെ ഡെപ്റ്റ് ഫണ്ടുകളും അല്ലെങ്കിൽ ഹൈബ്രിഡ് ഫണ്ടുകളും ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അത് ചെറിയ പ്രായത്തിലുള്ളവരാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, അത് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല. അതൊരു 45-50 വയസ്സിന് മുകളിലുള്ളവർ ഈ പറഞ്ഞ രീതിയിലാണ് ചെയ്യേണ്ടത്. പക്ഷേ നമ്മൾ ഒരു 25-30-35 വയസ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ പറ്റിയ സമയമാണ്. മ്യൂച്വൽ ഫണ്ടിൽ എടുക്കുന്ന റിസ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഹൈ റിസ്ക് ഒന്നുമല്ല, മറിച്ച് ഫണ്ട് മാനേജറാണ് ഈ ഫണ്ട് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടൊന്നും മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനുള്ളിലുള്ള റിസ്ക് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ആ ഒരു കാര്യം നിങ്ങൾക്ക് റിട്ടേൺസ് ഉണ്ടാക്കി തരുന്നുണ്ടാവും. പിന്നെ ഒരു 50-30-20 എന്ന് പറയുന്ന റൂളുണ്ട്. ഈ പറയുന്ന കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അതായത് ഈ 50-30-20 എന്ന് പറയുന്നത് നിങ്ങളുടെ വരുമാനത്തിൻ്റെ 50% നിങ്ങളുടെ ചിലവുകൾ ടോട്ടൽ, അത് വീട്ടിലുള്ള ചിലവുകളാകാം, മക്കളുടെ വിദ്യാഭ്യാസമാകാം, വീടിൻ്റെ വാടകയാവും, എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, അതൊക്കെ ഈ 50%-ത്തിനുള്ളിൽ നമ്മൾ തീർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. 30% നിങ്ങൾ സേവിങ്സിലേക്ക് മാറ്റുക. അതായത് സേവിങ്സ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് സേവിങ്സ് എന്ന രീതിയിൽ നിങ്ങൾ അതിനെ കണക്ക് കൂട്ടുക. പ്ലസ് ബാക്കിയുള്ള 20% നിങ്ങൾക്ക് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന രീതിയിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ മാറ്റിയെടുത്താൽ മാത്രമേ, നമ്മൾ ആ ഒരു ഹാബിറ്റ് ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ നമ്മളെ സംബന്ധിച്ചിടത്തോളം പണം ഉണ്ടാക്കുക അല്ലെങ്കിൽ വെൽത്ത് ക്രിയേഷൻ എന്ന് പറയുന്നത് സാധിക്കുന്നുണ്ടാവുള്ളൂ. ധനികരാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ നാട്ടിലെ ആൾക്കാർ അവരെപ്പോഴും ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കിയവരാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. അവർ ഉണ്ടാക്കിയ വരുമാനം കൃത്യമായി മാനേജ് ചെയ്യാൻ അറിയുന്ന ആൾക്കാരായിരുന്നു എന്നുള്ളതാണ് അവിടുത്തെ മറുപടി എന്ന് പറയുന്നത്. സോ ഒന്ന് മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഇപ്പോൾ വരുമാനം കുറവാണെങ്കിൽ ആ കുറഞ്ഞ വരുമാനത്തിൽ പോലും ഫലപ്രദമായ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ലോങ് ടേമിലേക്ക് നിങ്ങൾ ചെയ്യാൻ വേണ്ടി തയ്യാറാവുക. അവിടെ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു മാസം SIP എമൗണ്ട് അടച്ചില്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് കമ്പനി ഒന്നും ചെയ്യില്ലല്ലോ എന്ന് ചിന്തിക്കരുത്, അവിടെ ഫൈൻ വരില്ലല്ലോ എന്ന് ചിന്തിക്കരുത്. മറിച്ച് നിങ്ങളുടെ വലിയൊരു അവസരമാണ്, നിങ്ങളുടെ നാളെയുടെ ഒരു ഫ്യൂച്ചർ, വലിയൊരു സമ്പാദ്യം ഉണ്ടാക്കാനുള്ള ഒരു അവസരമാണ് കളയുന്നത് എന്ന രീതിയിൽ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ അതിനു വേണ്ടി പ്ലാൻ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങളോട് നന്ദി പറയുന്നൊരു കാലം വന്നു ചേരും. അതിനു വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുക, അതിനു വേണ്ടി പ്രവർത്തിക്കുക.